തൊഴിലാളികൾ പ്രതികരണം കൂടെ തേടേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ജീവിതം മുൻപോട്ട് പോകുന്നത്? നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ നമുക്ക് ഒരു 9.5 മണിക്കൂറിൽ 1000 രൂപ കിട്ടും. അതിലൊരു 300 രൂപ മാത്രമേ പെട്രോളിനാവുള്ളൂ, ഒരു 50 രൂപ ചിലവാകുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ആര്യനാട് നിന്നാണ് വരുന്നത്, 10-30 കിലോമീറ്റർ. എന്നെപ്പോലെ ധാരാളം പേര് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് റൂം എടുത്തും ഒക്കെയാണ് താമസിക്കുന്നത്. 16-17 മണിക്കൂർ ജോലി ചെയ്താലാണ് ഒരു 1150 1200 കിട്ടുന്നത്. അതിൽ തന്നെ 400 രൂപയോളം പെട്രോൾ പോകും. ഒരു നേരത്തെ ഭക്ഷണവും 2 ചായ കുടി എല്ലാം കൂടെ ആകുമ്പോൾ 200 രൂപയോളം ചിലവിനും പോകും. പോയിട്ട് 600 രൂപയാണ് ഈ 16-17 മണിക്കൂർ ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, തിരുവനന്തപുരം സെൻട്രലിൽ കിട്ടുന്നത്. പക്ഷേ വർക്കല, ആറ്റിങ്ങൽ പോലുള്ള ചെറിയ പ്രദേശങ്ങളിൽ ധാരാളം തൊഴിലാളികളെ എടുത്തുകൊണ്ട് 12-13 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 427-500 രൂപയ്ക്ക് താഴെയാണ് അവർക്ക് കിട്ടുന്നത്. നമ്മളെ ഈ 16-17 മണിക്കൂർ വളരെ ചെറിയ തുകയ്ക്കാണ് ഇവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ തിരുവനന്തപുരം നഗരത്തിൽ ഏറിയ പങ്ക് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സൊമാറ്റോയുടെ ആളുകൾ പണിയെടുക്കുമ്പോൾ ആ സർവീസ് കൂടി മുടങ്ങിയാണല്ലോ. അപ്പോൾ ആ കമ്പനിക്കെതിരെ അവർക്ക് പ്രതിഷേധമുണ്ടോ, അതോ സ്വിഗ്ഗി തൊഴിലാളികൾ മാത്രമാണോ സമരം? നിലവിൽ ഇപ്പോൾ സ്വിഗ്ഗി കമ്പനിക്കെതിരെയാണ് പ്രതിഷേധം. എന്നാൽ ഈ പ്രതിഷേധത്തിന് അനുകൂല നിലപാടുമായി സൊമാറ്റോ ഡെലിവറി തൊഴിലാളികളും കൂടെ രംഗത്തെത്തുന്നുണ്ട്. അവർക്ക് പ്രധാനമായി പറയാനുള്ളത് ഇൻഷുറൻസ് പരിരക്ഷ അടക്കമുള്ളവ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം സാലറി സ്ലിപ്പൊക്കെ ഒരു തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ സാലറി സ്ലിപ്പ് കിട്ടേണ്ടതാണ്. പലപ്പോഴും ഇവിടെ 2 കമ്പനികളും തൊഴിലാളികൾക്ക് സാലറി സ്ലിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഈ തൊഴിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വിദ്യാർത്ഥികൾ തുടങ്ങി പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഉണ്ടാകും. ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പോസിറ്റീവ് സൈഡ് അത്തരത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളിൽ കാണുകയുണ്ടായി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. അവരൊക്കെ ഈ ജോലിയുടെ ഭാഗമാവും ചെയ്യുക. ചേച്ചിമാരോടൊക്കെ ഒന്ന് ചോദിക്കും, ഇവരൊക്കെ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളുകളാണോ ഇതിന്റെ ഭാഗമായിട്ട്, അതോ പാർട്ട് ടൈം ആയിട്ടാണോ? അക്ഷയ, ഇവിടെ ഫുൾ ടൈമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഇൻസ്റ്റാമാർട്ടിലാണ്. ഇവിടെ നിന്നാണ്, ഇതൊരു ഡെലിവറി പോയിന്റാണ്. ഇവിടെ നിന്നാണ് ഭക്ഷണാവശ്യ സാധനങ്ങളും ഒപ്പം സ്വിഗ്ഗിയുടെ ചില സേവനങ്ങൾക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളടക്കം പറയുന്നത് ഇവിടെ ശൗചാലയമില്ല, അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. സ്ത്രീകളൊക്കെ എന്തായാലും ഈ വേദിക്ക് പുറത്തേക്കാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ പ്രതികരണം തേടാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രതികരണം ഇവർ പറയുന്നത് പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഇവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. സ്വിഗ്ഗിയിലെ ജീവനക്കാരാണ് പ്രധാനമായിട്ടും സമരം ചെയ്യുന്നത്. അതിനെ പിന്തുണ പ്രഖ്യാപിച്ച് സൊമാറ്റോക്കാരും ഉണ്ടെന്ന്. അപ്പോൾ ഈ